ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം കടല മിഠായി അഥവാ കപ്പലണ്ടി മിഠായി എന്നറിയപ്പെടുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നല്ല എളുപ്പത്തിൽ ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ. അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ ഞാനിവിടെ ഒരു കപ്പ് അളവിൽ കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാനിലോട്ട് മാറ്റിയതിനു ശേഷം നല്ല പോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുക ഈ ഒരു കപ്പലണ്ടി വറുത്തെടുക്കുന്നത് തന്നെയാണ്. അത്യാവശ്യം നല്ല പോലെ ഇതൊന്ന് വറുത്തെടുക്കണം. ഇത് വറുത്തെടുത്ത് നല്ല കറക്റ്റായിട്ട് വറുത്തെടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ മിഠായി പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല പോലെ സമയം എടുത്തിട്ടൊന്ന് വറുത്തെടുക്കുക. അതായത് ഇതുപോലെ നല്ല പോലെ വറുത്ത് വരുമ്പോൾ നമ്മുടെ ഒരു കപ്പലണ്ടിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ ഉരിഞ്ഞു പോരും കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഈ രീതിക്ക് ആക്കിയതിന് ശേഷം ചൂടാറിയതിന് ശേഷം നമുക്കതിൻ്റെ തൊലിയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാനിലോട്ട് ഒരു കപ്പ് അളവിൽ ശർക്കര പൊടിച്ചതാണ് അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് ഞാനൊരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് നമുക്കിത് നല്ലപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ നല്ലപോലെ മെൽറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കല്ലോ മണ്ണോ ഉണ്ടെങ്കിൽ പോവാനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഇതൊന്ന് അരിച്ച് മാറ്റണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ശർക്കര പൊടിച്ച് ചേർക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് കിട്ടും. അതുകൊണ്ട് ശർക്കര പൊടിച്ചിട്ട് തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പം നമുക്ക് ഇതൊന്ന് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്കൊന്ന് അരിച്ചൊഴിക്കാം. ഞാൻ അരിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. ഏലക്കാപ്പൊടി ഞാനിതിൽ ചേർക്കുന്നില്ല, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണത് തയ്യാറാക്കി എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ കുറുകി വരുന്ന ഒരു പാകമാകുമ്പോൾ നമുക്കിതിനെ പാകം ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് നോർമൽ വാട്ടറിലോട്ട് കുറച്ചിങ്ങനെ ഇതിൽ നിന്ന് ഓരോ ഡ്രോപ്സ് ഇട്ടിച്ച് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഇട്ടിച്ചെടുക്കുന്ന സമയത്ത് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. വെള്ളത്തിൽ നിന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പാകമായിരിക്കും. അതല്ല, നമുക്ക് വെള്ളത്തിൽ ഇട്ടിച്ചെടുത്തതിന് ശേഷം അതൊന്ന് ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാൻ പറ്റുന്ന രീതിക്കായിരിക്കണം നമ്മുടെ ഈ ഒരു ശർക്കര പാനി റെഡിയായിട്ട് കിട്ടേണ്ടത് കേട്ടോ. അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നല്ല അടിപൊളിയായിട്ടുള്ള മിഠായി നമുക്ക് തയ്യാറാക്കി എടുക്കാണ്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റേജൊക്കെ ആയ സമയത്ത് ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരുപാട് കരിഞ്ഞു പോകരുത് കേട്ടോ. ഇത് നല്ലപോലെ ഇങ്ങനെ പതഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിൽ വയ്ക്കണം. ഇനി നമുക്കൊന്ന് ഇതുപോലെ ആകുമ്പോൾ നമുക്കൊന്ന് ഉറ്റിച്ച് നോക്കാം. ഇപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അത് നോക്കി അങ്ങനെ പൊട്ടിച്ചെടുക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഈ ഒരു നമ്മുടെ കപ്പലണ്ടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തൊരു ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നേരെ നെയ്യ് തടവിയ ഒരു പ്ലേറ്റിലോട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ട്രേയിലോട്ടോ മാറ്റി കൊടുക്കാം. അതിനുശേഷം ഒട്ടും സമയം കളയാതെ വേഗം ഇത് ഷേപ്പ് ചെയ്തെടുക്കണം. ചൂടാറിക്കഴിഞ്ഞാൽ ഒട്ടും തന്നെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നല്ലപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. കട്ട് ചെയ്ത് വെച്ചാലേ നമുക്കിതൊന്ന് പെട്ടെന്ന് പൊട്ടിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാനെല്ലാം ഇത് ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കത്തി വെച്ചൊന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് ശർക്കര തയ്യാറാക്കി എടുക്കുമ്പോൾ അതിൻ്റെ പാകം കറക്റ്റാണ്. അതുപോലെ തന്നെ നമ്മൾ കടല വറുത്തെടുക്കുമ്പോൾ കടല അത്യാവശ്യം നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കടല മിഠായി ഉണ്ടാക്കിയെടുക്കാമെന്ന് കേട്ടോ. അപ്പോൾ ചൂടൊക്കെ ആറിയതിന് ശേഷം നമ്മുടെ കടല മിഠായി ഇതുപോലെ കയ്യിലെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നമുക്കിതുപോലെ ഷേപ്പ് ചെയ്തിട്ട് ഇങ്ങനെ പൊട്ടിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എത്ര എളുപ്പമാണ് നമ്മുടെ ഈ ഒരു കടല മിഠായി തയ്യാറാക്കി എടുക്കാനായിട്ടല്ലേ. അപ്പോൾ എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല എളുപ്പമാണ് തയ്യാറാക്കി എടുക്കാനായിട്ട്. അതേസമയം നല്ല ടേസ്റ്റുമാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ ഇരട്ടി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുടെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടെ വേണം കേട്ടോ. അപ്പോൾ നോക്കി എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ കടല മിഠായി കിട്ടിയേക്കുന്നതെന്ന്. നമുക്കിങ്ങനെ പൊട്ടിച്ചെടുക്കാനായിട്ടൊക്കെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ. അപ്പോൾ അത്രയുള്ളൂ. പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്